തീരദേശ മേഖലയിലെ അഭ്യസ്ത വിദ്യർക്ക് സർക്കാർ ജോലി ഉറപ്പുവരുത്തുന്നതിനായി ഇൻസൈറ്റ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം ജനുവരി 18-ന് നടക്കും. പൊന്നാനി തീരദേശ മേഖലയിലെ അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന സേനകളിലേക്കും ഇതര വകുപ്പുകളിലും ജോലി നേടുന്നതിനായുള്ള പരിശീലനത്തിനാണ് തുടക്കമാകുന്നത്. സൗജന്യ PSC പരീക്ഷാ പരിശീലനവും കായിക പരിശീലനവും അടങ്ങുന്ന ഇൻസൈറ്റ് കർമ്മ പദ്ധതിക്ക് 18-ന് തുടക്കമാകും. പൊന്നാനി ജനമൈത്രി പോലീസിന്റെയും പൊന്നാനി കോസ്റ്റൽ പോലീസിന്റെയും ആഭിമുഖ്യത്തിൽ ICSR പൊന്നാനിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. വഖഫ് ബോർഡ് ചെയർമാൻ സക്കീർ മുഖ്യാതിഥിയാകും. തിരൂർ DYSP ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. തീരദേശ മേഖലയിലുള്ള അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് സർക്കാർ ജോലി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പൊന്നാനി പോലീസും അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസും ICSRന്റെ സഹകരണത്തോടു കൂടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഇൻസൈറ്റ്. ഇതിനു മുമ്പ് ഇവിടെ CI ആയിരുന്ന സണ്ണി ചാക്കോ സാറും അതുപോലെ തന്നെ DYSP ആയിരുന്ന ബെന്നി സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വളരെ വിജയകരമായിട്ട് നടത്തിയ ഒരു പദ്ധതിയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി പേർക്ക് തീരദേശ മേഖലയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരെ മറ്റ് പല മേഖലകളിലേക്കും വഴിതെറ്റി പോവുകയും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് അടക്കം മാറിപ്പോവുകയും ചെയ്യുന്ന പ്രവണതയ്ക്ക് ഒരു തടയിടുക എന്നതാണ് പോലീസ് പ്രധാനമായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനമൈത്രി പോലീസിൻ്റെ കോസ്റ്റൽ പോലീസിൻ്റെയും ഇൻസൈറ്റ് 2K25 പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം ജനുവരി 18-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് ബഹുമാനപ്പെട്ട പൊന്നാനി MLA നന്ദകുമാർ അവർ ചെയ്യുന്നതും കൂടെ പൊന്നാനി മുൻ PSC ചെയർമാനായിട്ടുള്ള ബഹുമാനപ്പെട്ട സക്കീർ അവർ പൊന്നാനി നഗരസഭാ ചെയർമാൻ പുളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാനി തിരൂർ DYSP അവർ മറ്റു ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നതും അന്നേ ദിവസം MES കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അന്നേ ദിവസം 2 മണിക്ക് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനും അവരെ PSC 1 ടൈം രജിസ്ട്രേഷനും നടത്തുന്നതും 4 മണിക്ക് ഉദ്ഘാടന ചടങ്ങുകൾ. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ തീരപ്രദേശത്തെ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഇതിനോട് സമീപിക്കുന്നത്. പല നമ്മൾ അവധി ദിവസങ്ങളൊക്കെ തന്നെ 2 മണിക്കൂർ 3 മണിക്കൂറുള്ള ക്ലാസ്സുകൾക്ക് അവർ വരുന്നു. കാലത്ത് ഗ്രൗണ്ടുകളിൽ MES കോളേജിലെ ഗ്രൗണ്ടിലും അതുപോലെ MI ഗ്രൗണ്ടിലും അവർ കായിക പരിശീലനത്തിൽ വരുന്നു. അപ്പോൾ വലിയൊരു താല്പര്യമുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഈ മേഖലയിൽ വലിയൊരു മാറ്റം ദീർഘകാലത്തേക്കുള്ള മാറ്റത്തിനുള്ള ഉതകുന്ന പദ്ധതിയാണ്. എല്ലാവിധ ആളുകളെയും സഹകരണം നിലവിലുണ്ട്. അത് തുടർന്ന് ഉണ്ടാവണം എന്നുള്ള ഇതാണുള്ളത്. അക്കാഡമികമായ എല്ലാ പിന്തുണയും നമ്മൾ ICSRന്റെ ഭാഗത്തുനിന്നും CCMYയുടെ ഭാഗത്തുനിന്നും പിന്നെ പൊന്നാനിലെ അധ്യാപക സമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്നുള്ള ഉറപ്പ് ജനമൈത്രി പോലീസിന് നമ്മൾ നൽകുകയാണ്. 1.5 വർഷത്തോളം നീണ്ട കോച്ചിങ് ക്ലാസ്സുകളും തിയറി ക്ലാസ്സുകളും ഒപ്പം തന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളും കൊടുത്തതിന്റെ ഭാഗമായിട്ട് തന്നെ 6 പേരോളം വിവിധ സേനാ വിഭാഗങ്ങളായിട്ട് ജോലി നേടാൻ സാധിച്ചിട്ടുണ്ട്. 3 പേരും ഇന്ത്യയിലും 3 വനിതാ പോലീസ് ആയി കേരള പോലീസ് സർവീസിൽ കയറുകയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ തന്നെ വിവിധ സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്നുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ടീമായി തന്നെയാണ് ഇൻസ്റ്റേറ്റ് പൊന്നാനി. വാർത്താ സമ്മേളനത്തിൽ എംബിച്ചുകോയ തങ്ങൾ, ബഷീർ കർമ്മ, MV വാസുണ്ണി, മധുസൂദനൻ എന്നിവർ പങ്കെടുത്തു. പേജ് ന്യൂസ് പൊന്നാനി. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.